ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു അഫ്ഗാനി സ്റ്റൈൽ ഓംലെറ്റ് ആണ്. ഇതിനായി ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. ഏകദേശം 1 കപ്പ് അളവിലാണ് എനിക്കിത് മുറിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള കൂടി എടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെക്കുക. ഇനി നമുക്കൊരു ചെറിയ തക്കാളി കൂടി എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതുകൂടി ഒന്ന് അരിഞ്ഞു വെക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടി ഞാനിവിടെ അരിഞ്ഞു വെക്കുന്നുണ്ട്. അത് ഗാർണിഷിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള പൊട്ടറ്റോ അതിലേക്കിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് 3 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കണം. പൊട്ടറ്റോ ഏകദേശം കുക്കായതിനു ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. ഒരു 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ തന്നെ അത് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ആഡ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇത് 4 മിനിറ്റ് നേരം ചെറിയ ചൂടിൽ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരേ ലെവലിൽ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കണം. ഇതുപോലെ ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നേരിട്ട് ചേർത്ത് കൊടുക്കുകയല്ല ചെയ്തത്. ഇങ്ങനെ ഒരു ബോളെടുത്ത് അതിലേക്ക് ഒഴിച്ച് ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. മുട്ടയുടെ മഞ്ഞയിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും കൂടി പതറി കൊടുക്കുക. അതിനുശേഷം ഒരു 3 പച്ചമുളകും കുറച്ച് മല്ലിയില കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറിയ ചൂടിലിട്ട് 2 മിനിറ്റ് നേരം തുറന്ന് വെച്ച് വേവിച്ചെടുക്കണം. നമ്മളിത് ആദ്യമേ അടച്ചു വെച്ച് വേവിച്ചാൽ മുട്ടയുടെ വെള്ള ആ മഞ്ഞയുടെ മുകളിലേക്ക് കയറി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് വേവിക്കുന്നത്. അതിനുശേഷം 3 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് ചെറിയ ചൂടിൽ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മുട്ടയൊക്കെ നന്നായി കുക്കായിട്ട് വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.